സുന്ദരിയും ഒരു സുമുഖനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളെ വീട്ടിലെ പണികൾ ഘട്ടം ഘട്ടങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു നല്ല ഹാപ്പി ന്യൂസ് നമുക്ക് അവിടുന്ന് കിട്ടി. അത് കാണാൻ വേണ്ടി നമ്മൾ പോവാണ്. നമ്മൾ പറമ്പിലേക്ക്, വീടെടുക്കുന്ന പറമ്പിലേക്ക് പോവാണ്. മിലിയോനും ഞാനും മിക്കവണ്ണും പോവാണ്. അപ്പോൾ മിലിയോന് ഞാൻ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് മിലിയോന് ലവ് ലാപ്പിൻ്റെ ഡയപ്പർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ എന്ന്. എനിക്ക് തോന്നുന്നു എനിക്ക് ഓൾമോസ്റ്റ് 2 years ആയിട്ട്, 2 അല്ല, ഒരു 1.5 years ആയിട്ട് ഞാൻ മിലിയോന് യൂസ് ചെയ്യുന്നത് ലവ് ലാപ്പിൻ്റെ ഡയപ്പർ മാത്രമാണ്. കാരണം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നമുക്ക് തോന്നൂല. സ്റ്റോക്ക് ഇല്ലാണ്ട് നിൽക്കുമ്പോൾ മാത്രം നമ്മൾ ചിലപ്പം ഇടക്കിടക്ക് വേറെ ഓരോന്ന് ട്രൈ ചെയ്യും. വേറെ എന്തെങ്കിലും പെട്ടെന്ന് മേടിച്ചു തരും. പക്ഷെ ഇതിപ്പോൾ നമ്മൾ ആമസോണിൽ നമ്മളെപ്പോഴും മേടിക്കാറ്. ആമസോണിൽ വലിയൊരു സുപ്രീം ഡയപ്പറിൻ്റെ ഒരു പാക്ക് നമ്മൾ മേടിച്ചു വെക്കും. മിലിയോൻ്റെ സൈസിൽ ലാർജ് സൈസാണ് വരാറ്. റാഷ് ഫ്രീ ഭയങ്കര റാഷ് ഫ്രീ ആണ്. പിന്നെ ഭയങ്കര കംഫർട്ട് ആയിരിക്കും അവർക്ക് ഇടാൻ വേണ്ടി. നാടൻ ഭാഷയിൽ പറയുന്നത് ഭയങ്കര ചൊറികൾ കുരുക്കൾ അങ്ങനത്തെ ഇപ്പൊ ഭയങ്കര സമ്മറിൽ ഭയങ്കര ചൂടാണ്. അപ്പൊ നമുക്ക് തന്നെ ഡ്രസ്സ് ഇടുന്ന തന്നെ ചൂടെടുക്കണം. പക്ഷെ അതൊന്നും ഇടുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ചൂടൊന്നും ലീക്കേജ് ഒന്നും ഉണ്ടാവില്ല. അത് കാണിച്ചാൽ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, വേറെയുള്ള ഡയപ്പർ ഡിസ്പോസ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഈ ഡയപ്പർ ഡിസ്പോസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അത് ഡയപ്പർ ഡിസ്പോസ് ചെയ്യുന്ന ആൾക്ക് വലിയ ഭയങ്കര ഗുസ്തിക്കാരനാവുന്നുണ്ട്. അപ്പൊ ഗൈസ് ഇതിന്റെ എലാസ്റ്റിക് ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആണ്, എല്ലാം അടിപൊളി. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ലിങ്കിൽ ഇത് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മുടെ പറമ്പത്ത് പോയിട്ടുള്ള ഗുഡ് ന്യൂസ് എന്താണ്, നമ്മൾ കാണാൻ എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ കൂടെ തന്നെ നിങ്ങളും വരും, അമ്മേനെയും കൂട്ടുന്നുണ്ട്. ചുച്ചടനും പച്ചടയും. ഇത് ചുച്ചട, ഇത് പച്ചട, ഇത് കിച്ചട. അതെന്നാ അത് സിച്ചട. അങ്ങനെ ചുച്ചട, പച്ചട, കിച്ചട, സിച്ചട നമ്മുടെ പുതിയ പറമ്പിലേക്ക് പോവാണ് ഗൈസ്. എല്ലാവരും തൊപ്പിയൊക്കെ ഇട്ട് സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അമ്മേന്റെ ഒരു സൗണ്ട്. ആടുന്നുള്ള വെള്ളം എടുത്തിട്ട് വരണമെന്നാ പറഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളെ പറമ്പത്ത് പോയിട്ട് കാണാം. ഒരു സ്പെഷ്യൽ സാധനം നമ്മൾ കാണിച്ചു തരും. എല്ലാവരും വെയിറ്റ് ചെയ്ത് വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. ചേട്ടൻ്റെ തൊപ്പിയില്ല. ഓക്കെ ഗൈസ്, ഇതാണ് അപ്പം നമ്മുടെ പറമ്പ് കേട്ടോ. ഇതാണ് പറമ്പ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു പൈലിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത്. സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പൈലിങ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കമ്പികളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ നമ്മൾ ബൗണ്ടറി വാൾ കെട്ടുന്ന കാര്യം പറഞ്ഞിരുന്നു, അതും കെട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളൊരു ഇതെന്നാന്ന് എനിക്കറിയില്ല, ഇവിടെ എന്തിനേലും ഇട്ടുന്നത് അവരോട് ചോദിക്കണം. കെൻസ് ബിൽഡേഴ്സ് ആണ് നമ്മളുടെ ഫുൾ വർക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെൻസ് ബിൽഡേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ ഇതൊന്നും ചെയ്യാനില്ല. നമ്മൾ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ചെയ്തോളും. ഞാനിപ്പോൾ ചെയ്യുന്നത് സൂപ്പർവിഷൻ ആൻഡ് കൺസൾട്ടിങ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് കെൻസ് ബിൽഡേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അവർ തന്നെ ജോലിക്കാരൊക്കെ ഏർപ്പാടായിക്കൂടെ നമ്മൾ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പറയാം. പിന്നെ പണി എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് തരും. എല്ലാ പണിൻ്റെയും ഡീറ്റെയിലും പ്രൈസും കാര്യങ്ങളൊക്കെ അവർ അയച്ചു തരും. നമ്മൾ ജസ്റ്റ് അപ്രൂവൽ കൊടുത്താൽ മാത്രം മതി. പണി എവിടെ വരെ ആയി എന്നുള്ളത് എല്ലാ ദിവസവും ഈവനിങ് ആകുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യും. ഒരു സൈറ്റ് എഞ്ചിനീയർ ഉണ്ടാകും, എല്ലാ ദിവസവും വിസിറ്റ് ചെയ്യും ആൾ. അപ്പോൾ നമ്മൾ പറഞ്ഞ് നമ്മുടെ സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, നമ്മുടെ കിണർ കുഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട്. കിണർ കുഴിച്ചിട്ട് അവിടെ വെള്ളം കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ലെറ്റ്സ് സീ. കിണർ 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 അപ്പൊ കിണറെല്ലാം കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 കോല് ഒരു എനർജി ഇല്ലടി എനിക്ക്. ആഴത്തിൽ കുഴിച്ച് കുറച്ച് വെള്ളമൊക്കെ വരുന്നുണ്ട്. ഇത് വയൽ പ്രദേശമായതുകൊണ്ട് നമുക്ക് അധികം കോഴി കുത്തേണ്ട ആവശ്യം വരില്ല. ഏകദേശം ഒരു 6 അല്ലേ? 6 ഏട്ടാ, ഏകദേശം 6 മതിയായിരിക്കും അല്ലേ? 5 കുറച്ചും 5 ഒരു 5-5.5 ഒക്കെ മതി എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇതിൽ അധികം കുഴിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഉപ്പ് വെള്ളം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഓൾറെഡി അപ്പുറം ഒരു കിണറുണ്ട്, നമ്മൾ നേരത്തെ കാണിച്ചില്ലേ. അപ്പം അതുകൊണ്ട് ഇവിടെയും ആ ഒരു ആഴത്തിൽ മാത്രമേ നമുക്ക് കുഴിക്കേണ്ടതുള്ളൂ. അപ്പം ഈ ഒരു നമ്മുടെ നാടൻ രീതിയിലുള്ള കിണർ കുഴിക്കലാണ് ഇപ്പം
നടക്കുന്നത് കേട്ടോ. ഇതെല്ലാം കുഴിച്ച് നമ്മൾ എന്നിട്ട് ഇവിടെ കെട്ടും, കല്ലെല്ലാം വെച്ച് കെട്ടണം. ഇപ്പൊ ഗൈസ് മേരി വെള്ളം ടേസ്റ്റ് ചെയ്യുവാണ്. എങ്ങനെയുണ്ട് വെള്ളം? പ്യുവർ വാട്ടറാ? നമുക്ക് കൊടുക്ക്. എങ്ങനെയുണ്ട് മില്ലിയോ? അങ്ങനെ മില്ലിയോ വെള്ളം ടേസ്റ്റ് ചെയ്ത് അപ്രൂവ് ആയാ? അപ്പൂന് കൊടുക്കും. അപ്പൂന് വെള്ളം കുടിക്കട്ടെ. അപ്പൂ എങ്ങനെയുണ്ട് അപ്പൂ? അപ്പോൾ ഗൈസ് കിണർ ഒഴിച്ച് വെള്ളം കണ്ടു കഴിഞ്ഞാൽ കിണറിൽ പൈസ ഇടുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അപ്പം ഞാൻ കുറച്ച് പൈസ എടുത്ത് ഇടുന്നതാണ് ഈ സംഭവം. മില്യോനും കൂടി കിണറിൽ പൈസ ഇടണം. മില്യോ ഇടണം, അമ്മ ഇടണം. അപ്പം എല്ലാവരും പൈസ ഇടാൻ പോവാണ്. എനിക്ക് ഭയങ്കര ഷാർട്ടായി പോലെ. എവിടെ മില്യോന്റെ പൈസ? വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നുണ്ട്. ഇനി വേണം ഇട? ഇനി കൊടുക്കോന്. എത്ര ഇടണം? കിണറിൽ വെള്ളം കണ്ടു, നമ്മൾ വെള്ളം എടുത്തു. ഇനി ഏറ്റവും വലിയൊരു ചടങ്ങ് കിണറിൽ വെള്ളം കണ്ട അതിൽ പൈസ ഇടാന്നുള്ളതാണ്. എനിക്കൊരു ഷൈ ഫീലായിപ്പോയി പൈസ ഇടുമ്പോൾ മിണ്ടാണ്ട് പൈസ ഇട്ടത്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇങ്ങനെ മെല്ലനെ നമ്മളെ പണി ഇങ്ങനെ ഓരോന്നോരോന്ന് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. മെല്ലനെ ഓൺ ടൈം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മഴയൊക്കെ വരുന്നതിനെക്കാട്ടും മുമ്പിട്ട് ഈ കിണറൊക്കെ കുഴിച്ച് കിണറൊക്കെ കുഴിച്ച് ഒന്ന് സെറ്റ് ആവണം. എന്നിട്ട് പിന്നെ ഫൗണ്ടേഷൻ ഇട്ട് അതിൽ മണ്ണ് നിറച്ച് മഴ വരുമ്പോഴത്തേക്ക് മണ്ണൊക്കെ ഒന്ന് അടിഞ്ഞ് ഒന്ന് സെറ്റായി നിൽക്കണം. അതാണ് നമ്മുടെ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് പട്ടപ്പട്ടയെന്ന് പണി തുടങ്ങണം. പിന്നെന്താ നമ്മൾക്ക് പറയാനുള്ളത്? അപ്പം നിങ്ങൾക്കും ഇങ്ങനെ വീട് പണിയൊക്കെ എടുക്കാൻ പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ കെൻസ് ബിൽഡേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഫാർ സോ ഗുഡ്. അടിപൊളി ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ കോൺടാക്ട് ചെയ്യാൻ തരും. നല്ല രീതിയിലുള്ള അവർക്ക് കോൺട്രാക്ട് വർക്ക് ഉണ്ട്. അവർ പുതിയ എന്തിനത് അവരുടെ ബഡ്ജറ്റ് വില്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീട് വേണ്ടവർക്ക് അവരുടെ വില്ലാസൊക്കെ നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങാം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. മാത്രമല്ല നമ്മുടെ പണീൻ്റെ കാര്യം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇങ്ങനെയാണ്, നമ്മളിവിടെ അധികം ഇടപെടൊന്നുമില്ല. അവർ തന്നെ എല്ലാം വന്ന് ചെയ്യും. അവർ ഫുൾ അപ്ഡേറ്റ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്പേഴ്സ് ഞാൻ എന്തായാലും ഇവിടെ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ, എൻക്വയറീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. തലശ്ശേരിയിലാണ് അവരുടെ ഓഫീസ്. ദുബായിലും ഉണ്ട്. ദുബായിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ കുറേയധികം ഡിസ്കഷനൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചെയ്യാൻ പറ്റും, അബ്രോഡിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെ വീട് പെട്ടെന്ന് തന്നെ ശരിയാണോന്ന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ കുറേയധികം ബ്രാൻഡ്സിനൊക്കെ നോക്കുന്നുണ്ട്, നല്ല നല്ല പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും റെക്കമെൻഡ് ചെയ്യുക. ലൈക്ക് നമ്മുടെ ഓരോരോ പാർട്ടിക്കിൾസും പ്രോഡക്ട്സൊക്കെ വേണ്ടി വരുമല്ലോ. നമ്മുടെ തറക്ക് വേണ്ടത്, വീടിന് വേണ്ടത്, പ്ലാസ്റ്ററിങ്, സിമെൻറ്റ്, കല്ല്, ജെല്ലി, കമ്പി, ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഹാർഡ്വെയർ, ലൈറ്റ്സ്, ടൈൽസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അറിയുന്ന നല്ല നല്ല ബ്രാൻഡ്സും നല്ല നല്ല ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് തരിക. കമൻസ് കൂടിയോ ഇൻസ്റ്റഗ്രാം വഴിയോ ഒക്കെ നമുക്ക് മെസ്സേജൊക്കെ അയച്ച് നമ്മളെ കോൺടാക്ട് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമുക്ക് വേണം. താങ്ക് യു സോ മച്ച്. ലവ് യു. ബൈ ഗായ്സ്.